ബിസിനസ് പരിസരങ്ങളൊക്കെ സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണല്ലോ. ഒരു സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളെ മനസ്സിൽ വരുന്ന ഒരു സൊല്യൂഷനാണ് CCTV. CCTV നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇപ്പോൾ പൊതുവാരും ചർച്ച ചെയ്യാറില്ല. കാരണം CCTV വളരെ അത്യാവശ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാലമാണ്. നമ്മുടെ ടോപ്പിക് എന്താ വെച്ചാൽ CCTV ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, സാധാരണ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആളുകൾ പറയാറുള്ള പ്രോബ്ലംസ്, അതിന് അടിസ്ഥാനമായിട്ടുള്ള അതിനുള്ള ഒരു സൊല്യൂഷൻസ്, അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. CCTV ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ സാധാരണ പറയുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ആ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ഒരു ഉപകാരത്തിൽ പെട്ടില്ല എന്ന് പറയാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകും. അവർക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ആ ഇൻസിഡൻറ്റ് പ്ലേബാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അത് ശ്രമിക്കുന്ന സമയത്ത് വേണ്ടത്ര ക്വാളിറ്റിയുള്ളൊരു ഇമേജോ അല്ലെങ്കിൽ ക്ലാരിറ്റിയുള്ളൊരു ഇമേജോ ഒന്നും കിട്ടി കാണില്ല. അതുപോലെ നമ്മൾ ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ ഒരാൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാഹനം വരുന്ന സമയത്ത് എന്നെ അലർട്ട് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഒരു വാഹനമോ ഒരാളോ മാത്രം വരുന്ന സമയത്തല്ല, ചെറിയ എന്തെങ്കിലും പ്രാണികൾ പറക്കുന്ന സമയത്തോ, ഒരു മരം ഇളകുന്ന സമയത്തോ, മഴ പെയ്യുന്ന സമയത്തോ, നിഴലുകൾക്ക് മാറ്റമുണ്ടാകുന്ന സമയത്തൊക്കെ അലേർട്ട്സ് വരും, മോശം സംഭവിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തിലൊക്കെ അത് ശ്രദ്ധിക്കും എന്താ സംഭവിച്ചത്. പിന്നീട് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിലൊരു ആൾ വന്നതോ വാഹനം വന്നതോ ഒന്നുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോഴുള്ള കറൻ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന CCTVകൾ അവൈലബിൾ ആണ്. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള CCTVയിൽ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന് പറഞ്ഞ ടെക്നോളജി CCTVയിലേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ AI ആഡ് ചെയ്യുന്നതോടുകൂടിയുള്ള പ്രത്യേകത വെച്ചാൽ നമുക്ക് സാധാരണ ട്രഡീഷണൽ CCTV ഒരു അഡ്വാൻസ്ഡ് ആൽഗോരിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലുള്ള ഫോൾസ് അലാറംസ്, അതായത് തെറ്റായ വിവരങ്ങൾ തരിക, നമുക്ക് ആവശ്യമില്ലാത്ത റെക്കോർഡിങ്ങൾ ട്രിഗർ ആവുക, അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള അനക്കങ്ങളും പിന്നെ ഇവൻറ്റുകളും മാത്രം നമ്മളെ അലേർട്ട് ചെയ്യുന്നതാണ് ഈ AI CCTVയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള IP ക്യാമറകളിലൊക്കെ വരുന്ന ഒരു AI ഫീച്ചറാണ് അഡ്വാൻസ്ഡ് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധാരണ ബേസിക് AIന്നപ്പുറം കൂടുതൽ ഫീച്ചേഴ്സ്, AI ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് ക്യാമറയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാം, വ്യത്യസ്തമായിട്ടുള്ള അനലിറ്റിക്സ് റിപ്പോർട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് വന്യമൃഗങ്ങൾ ഇറങ്ങി വരൽ, അതുപോലെ ജന്തുക്കൾ, പാമ്പ് പോലുള്ള ജന്തുക്കളൊക്കെ ഇറങ്ങി വരൽ, ഇതിനെല്ലാം ക്യാമറയ്ക്ക് അതെന്താണെന്ന് അറിയില്ല. അഡ്വാൻസ്ഡ് AI ക്യാമറകൾക്ക് അത് നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് ക്യാമറയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഇന്ന ഒബ്ജക്റ്റാണ്, ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് അലേർട്ട് സെറ്റ് ചെയ്യണം, ആരെ ഇൻഫോം ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ക്യാമറകൾ സെറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടാം സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ്.